കേരളത്തിലും പശ്ചിമബംഗാളിലും ഭരണമാറ്റത്തിന്റെ സൂചന നൽകുന്ന എക്സിറ്റ് പോളുകൾ ഫലിക്കുമോ എന്ന ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകവേ 2021-ൽ ഇരു സംസ്ഥാനങ്ങളിലും പല എക്സിറ്റ് പോളും കൃത്യമായില്ലെന്ന കണക്കുകൾ. 2021-ൽ പശ്ചിമബംഗാളിൽ ഏറെക്കുറെ എല്ലാ ഏജൻസികളും തൃണമൂൽ കോൺഗ്രസിന് വിജയം പ്രവചിച്ചെങ്കിലും ബിജെപിയും തൃണമൂലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന സൂചനകളാണ് നൽകിയത്. എന്നാൽ യഥാർത്ഥ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ തൂത്തുവാരി. 2016-ൽ പറഞ്ഞതും ഇടത് കോൺഗ്രസ് സഖ്യവും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ്. എന്നാൽ അന്നും ജയിച്ചത് തൃണമൂൽ. ഇത്തവണത്തെ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ബിജെപി ഭരണം പിടിക്കുമെന്നാണ്. അത് നടക്കില്ലെന്നാണ് കണക്കിലെ കൃത്യതക്കുറവ് ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. കേരളത്തിലും 2021-ലെ എക്സിറ്റ് പോളുകൾ എൽഡിഎഫിന് ബഹുമതി പ്രവചിച്ചിരുന്നെങ്കിലും തരംഗ സൂചന നൽകിയിരുന്നില്ല. എന്നാൽ ഫലം വന്നപ്പോൾ 99 സീറ്റ് നേടി ഇടത് തരംഗം തന്നെയായി. അതേസമയം തമിഴ്നാട്ടിലും അസമിലും ഏറെക്കുറെ കൃത്യമായ ഫലസൂചനയാണ് 2021-ൽ എക്സിറ്റ് പോളുകൾ നൽകിയത്. 140 മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ബഹുമതിക്കാവശ്യമായത് 71 സീറ്റാണ്. ഭൂരിഭാഗം ഏജൻസികളും 2021-ൽ എൽഡിഎഫിന് പ്രവചിച്ചത് ശരാശരി 80 സീറ്റാണ്. ടുഡേയ്സ് ചാണക്യ ഏജൻസിയുടെ പ്രവചനം മാത്രമാണ് യഥാർത്ഥ ഫലത്തോട് അടുത്തുനിന്നതായി കണക്കാക്കപ്പെടുന്നത്. ഇവർ 93 മുതൽ 111 വരെ സീറ്റ് വരെ എൽഡിഎഫിന് പറഞ്ഞു. ഇത്തവണ ശരാശരി 80 സീറ്റ് വരെ യുഡിഎഫ് നേടുമെന്നാണ് പ്രവചനം. ചില ഏജൻസികൾ 90 സീറ്റ് വരെ പറയുന്നു. 294 മണ്ഡലങ്ങളുള്ള ബംഗാളിൽ കേവല ബഹുമതിക്ക് 148 സീറ്റ് വേണം. 2021-ൽ ഭൂരിഭാഗം ഏജൻസികളും തൃണമൂലിന് ശരാശരി 160-164 സീറ്റ് വരെയാണ് പ്രവചിച്ചത്. ബിജെപി വിജയിക്കുമെന്ന് പ്രവചിച്ച ഏജൻസി അവർക്ക് 185 സീറ്റ് വരെ പറഞ്ഞു. ചിലർ ബിജെപിക്ക് 160 സീറ്റ് വരെ പ്രവചിച്ചു. എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയത് 215, ബിജെപിക്ക് 77. ഇവിടെയും ടുഡേയ്സ് ചാണക്യയാണ് ഏറെക്കുറെ യഥാർത്ഥ ഫലത്തോടടുത്തു നിൽക്കുന്ന പ്രവചനം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസിന് 191 സീറ്റ് വരെയും ബിജെപിക്ക് 97 മുതൽ 119 സീറ്റ് വരെയും അവർ പറഞ്ഞു. ഇത്തവണ ബംഗാളിലെ പ്രവചനത്തിന്റെ ആകെത്തുക നോക്കിയാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനയാണ് കാണുന്നത്. നേരിയ മേൽക്കൈ പലരും ബിജെപിക്ക് പ്രവചിച്ചപ്പോൾ ചിലർ തൃണമൂലിനും ബഹുമതി പ്രവചിക്കുന്നു.